താനൂരിൽ ഏതാണ്ട് 1-2 ആഴ്ചയായി തുടങ്ങിയ പ്രസംഗ പരമ്പരയാണ്. ആ പരമ്പര കൊണ്ട് താനൂരുകാരാകെ വശം കെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ എന്തിനൊരു പൊതുയോഗം ഇങ്ങനെ എന്ന് നാട്ടുകാർ ആലോചിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വലിയ തോതിലുള്ള അവകാശവാദങ്ങളുടെ മതനിരപേക്ഷ അവകാശവാദത്തിൻ്റെ ഗീർവാണങ്ങളാണ് ഈ താനൂരിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചാമ്പ്യന്മാരായിരിക്കുന്നു, ഞങ്ങളാണ് ഒറിജിനൽ മതനിരപേക്ഷവാദികൾ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയായിട്ടാണ് ഞാൻ ഈ സമ്മേളനത്തെ കാണുന്നത്. ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയട്ടെ. പിണറായി വിജയനും PC ജോർജിനും പേറ്റൻ്റുള്ള കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്ക് എൻ്റെ സംഭാഷണത്തിൽ ഉണ്ടാവുകയില്ല എന്ന് താനൂരുകാരെ ആദ്യമായി ഞാൻ ഉറപ്പു നൽകുകയാണ്. രാഷ്ട്രീയമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാളി വഴിയിൽ ഉപേക്ഷിച്ച വാക്കുകൾ സങ്കടകരമെന്ന് പറയട്ടെ, കേരള മുഖ്യമന്ത്രി ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാക്ക് എത്രത്തോളം വംശീയ മുൻവിധി ഉള്ളതാണ് എന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരു അവകാശവാദം ഉണ്ടായി. അത് ഞങ്ങൾ കറകളഞ്ഞ മതനിരപേക്ഷവാദികളാണ് എന്നാണ്. ചില ആളുകൾക്ക് അവരുടെ മതനിരപേക്ഷതയിൽ സംശയം വരുമ്പോഴാണ് ഞങ്ങൾ കറകളഞ്ഞ മതനിരപേക്ഷവാദികളാണ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് കറകളഞ്ഞ മതനിരപേക്ഷതയല്ല, കറയിൽ മുങ്ങിയ വ്യാജ മതനിരപേക്ഷവാദികളുടെ ഒരു പ്രഖ്യാപനമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി താനൂരിൽ പറഞ്ഞ ഒരു കാര്യം, 4 വോട്ടിനു വേണ്ടി ഞങ്ങൾ ആ നേരത്തെ പറഞ്ഞ വാക്ക് നിങ്ങൾ ചേർത്തോണം, അത് ഞങ്ങൾ ചെയ്യൂല എന്നാണ്. ചില കാര്യങ്ങൾ നമ്മൾ അക്ഷരത്തിൽ തന്നെ വായിക്കണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ ചെയ്യൂല എന്നാ. പിന്നെ 400-നും 4000-നും 4 ലക്ഷത്തിനും വേണ്ടി ആ ഫില്ലിംഗ് ദ ബ്ലാങ്കിൽ ഉപയോഗിച്ച വാക്ക് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ് എന്ന കാര്യം താനൂരുകാരെ നിങ്ങൾ മറന്നു പോകരുത്. 4 വോട്ടിനൊന്നും വേണ്ടി ഞങ്ങൾ ചെയ്യില്ല. മുസ്ലിം ലീഗിനോട് അദ്ദേഹത്തിന്റെ ഉപദേശം 4 വോട്ടിനു വേണ്ടിയോ ചെയ്യരുതെന്ന. അദ്ദേഹം പ്രതിപട്ടികയിൽ നിർത്തിയിരിക്കുന്ന ചില സംഘടനകൾക്ക് വോട്ട് കുറവാണ്. അതുകൊണ്ട് ആ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി നിങ്ങൾ ഈ പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞങ്ങളെപ്പോലെ വോട്ട് കൂടിയ ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞ പണി ഞങ്ങൾ ചെയ്യേണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്ന ചില മാറ്റങ്ങൾ ഇവിടെ അധ്യക്ഷനടക്കം സൂചിപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് സംഘപരിവാറിന്റെ വംശീയ രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ സംശയമൊന്നും ആർക്കുമില്ല. ജനാധിപത്യത്തിന്റെ സാഹചര്യങ്ങൾ, അനുകൂലാവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ വംശീയ രാഷ്ട്ര നിർമ്മിതി അതിൻ്റെ ഒരു വലിയ ഘട്ടത്തിൽ വരെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിയമങ്ങളും ന്യായവും നീതിയും ഭരണഘടനയും എല്ലാം
സംഘപരിവാർ നിശ്ചയിക്കുന്നതനുസരിച്ച് മാത്രമാണ് നടക്കുന്നത്. ഈ ദുരവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണം. ഇതാണ് ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യവാദികളുടെ, ബോധമുള്ള മനുഷ്യരുടെ ആകുലതയും ആലോചനയും. അതിനുവേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും സംഘപരിവാറിനെ പരാജയപ്പെടുത്തണം. ഈ ഒരു മനസ്ഥിതിയോടുകൂടിയാണ് എല്ലാ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് കക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്നത്. വിയോജിപ്പനാണെങ്കിൽ വിയോജിപ്പ് പറയാനാണെങ്കിൽ, പ്രകടിപ്പിക്കാനാണെങ്കിൽ ധാരാളം വിയോജിപ്പുകളുള്ള കക്ഷികൾ. ആ കക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്നു. എന്തിന്? സംഘപരിവാറിനെ പരാജയപ്പെടുത്തണം. സംഘപരിവാറിനെ പരാജയപ്പെടുത്തി ജനാധിപത്യ ഇന്ത്യയെ തിരിച്ചുപിടിക്കണം. ഇതിനു വേണ്ടിയാണ് ഈ യോജിപ്പ്. ആ യോജിപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു കക്ഷിയാണ് കേരളത്തിലെ CPM. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഇന്ത്യയിൽ 2 CPM ഉണ്ട്. അതൊന്ന് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരള CPM-ഉം കേരളത്തിന് പുറത്ത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു CPM-ഉം എന്ന 2 CPM ഉണ്ട്. ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പ്രയോഗിക്കുന്ന CPM പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരള CPM-ആണ്. അതിന് കേരളത്തിലെ ചില രാഷ്ട്രീയ സുഹൃത്തുക്കൾ CJP എന്നുകൂടി വിളിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വിളിക്കുന്നില്ല. ആ CPM ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ പ്രയാണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സംഘപരിവാറിന് മാത്രം സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണിത്. അവരുടെ മറുവശത്ത് നിൽക്കുന്നവർ അടിച്ച് ദുർബലരാകുമ്പോൾ, സംഘർഷത്തിലേർപ്പെട്ട് ഛിന്ന ഭിന്നമാകുമ്പോൾ സ്വാഭാവികമായും സംഘപരിവാറിന് വലിയ ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യമാണ്. ആ ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യം ഇവിടെ നിങ്ങൾ കണ്ടല്ലോ. കുറെ ദിവസം ഇവിടെ പ്രസംഗം നടന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു. അദ്ദേഹം സംഘപരിവാറിനെതിരെ ഒരു വാചകത്തിൽ പറയും, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരാണ് എന്നതിനെ പറയും. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ ആ ഭൂരിപക്ഷ വർഗീയതയെ കുറിച്ചല്ല. അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇല്ലാത്ത ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ചാണ്. പിണറായി വിജയന് മാത്രം ദർശനം നൽകിയ ന്യൂനപക്ഷ വർഗീയത, അതിനെക്കുറിച്ചാണ് കേരള CPM സംസാരിക്കുന്നത്, എഴുതുന്നത്, പറയുന്നത്, പ്രസംഗിക്കുന്നത്. ഇനി ഒരു പക്ഷേ താനൂരിലെ സോളിഡാരിറ്റിയുടെ ഈ സമ്മേളനത്തിന് ശേഷവും താനൂരുകാരെ, നിങ്ങളുടെ കാര്യം സങ്കടമാ, മിക്കവാറും വീണ്ടും പൊതുയോഗം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ആ പൊതുയോഗത്തിൽ നിങ്ങൾ പ്രസംഗിച്ചാലും നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഈ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ 1000-1 ഇന്ത്യയിലെ സംഘപരിവാറിനെ കുറിച്ച് സംസാരിക്കാൻ കേരള CPM ഉപയോഗിക്കുന്നില്ല. ഇതാരെ സന്തോഷിപ്പിക്കാനാണ്? സംഘപരിവാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ വംശീയ ഭീകരനെ ദുർബലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെയും ഇത് ആഹ്ലാദിപ്പിക്കുകയില്ല. പക്ഷെ CPM മുന്നോട്ട് പോവുകയാണ്. CPM ഈ നിലപാടുമായി മുന്നോട്ട് പോകും. എത്രത്തോളം പോകും? 2026 മെയ് മാസം വരെ CPM-ന്റെ ഈ കേരള CPM-ന്റെ ഈ ദഹനക്കേട് ഇങ്ങനെ തുടരും. ചില ആളുകൾക്ക് ദഹനക്കേടുണ്ടായാൽ നിരന്തരം ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. കേരള CPM-ന്റെ ഈ ദഹനക്കേട്, അതിൽ നിന്ന് പുറത്തു വരുന്ന ഈ ഛർദിൽ, ഈ ഏനക്കേട്, അത് 2026 മെയ് വരെ തുടരും. കാരണം അതുവരെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത, ജമാഅത്തെ ഇസ്ലാമി, സോളിഡാരിറ്റി, SDPI, വെൽഫെയർ പാർട്ടി, ഇതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയട്ടെ. ചില ആളുകൾ രാത്രി എവിടേക്കോ വഴി പോകുമ്പോൾ പേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ടുവരും. അങ്ങനെ പേടിക്കുന്ന ആളുകളൊക്കെ ആശുപത്രിക്കല്ല കൊണ്ടുപോകുന്ന, മന്ത്രവാദിയുടെ അടുത്താണ് കൊണ്ടുപോകുക. മന്ത്രവാദിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ആദ്യം ഒന്ന് മന്ത്രിച്ചൊക്കെ ഒന്ന് ഊതും, എന്നിട്ടൊരു ഏലസ് കെട്ടിക്കൊടുക്കും. ഈ ഏലസ് ഇങ്ങനെ കെട്ടിക്കോണം, ഇത് അഴിഞ്ഞു പോയാൽ വീണ്ടും പേടിക്കും. കേരള CPM-ന്റെ അരയിൽ
പിണറായി വിജയന്റെ അരയിൽ മുസ്ലിം വിരുദ്ധതയുടെ ഏലസാണ് കെട്ടിയിരിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. കൂട്ടത്തിൽ മന്ത്രവാദി പറയും, പേടി തോന്നുകയാണെങ്കിൽ ഞാൻ 2-3 മന്ത്രം ചൊല്ലിത്തരാം, അതിങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കണം, അപ്പൊ പേടി തോന്നൂല. ആ മന്ത്രമാണ് ജമാഅത്തെ ഇസ്ലാമി, സോളിഡാരിറ്റി, വെൽഫെയർ പാർട്ടി, SDPI. പിണറായി വിജയ, ഈ ഏലസും മന്ത്രോച്ചാരണവും കൊണ്ട് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താമെന്നുള്ള നിങ്ങളുടെ വിചാരമുണ്ടല്ലോ, അതൊരു മൂടന്റെ വിചാരം മാത്രമാണെന്ന് ചരിത്രം തെളിയിക്കും എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളൂ. ഇതൊന്നും കൊണ്ട് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ 4 ഏലസ് ബംഗാളിലേക്ക് അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. അവിടുത്തെ സഖാക്കൾക്കെല്ലാം ഇനി അവിടെ ഇതില്ലെങ്കിൽ അവിടുത്തെ സഖാക്കൾ നമ്മളുമായിട്ട് സൗഹൃദത്തില്ല കേട്ടോ. ബംഗാളിലെ സഖാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ CPM-ന്റെ ഭാഗമാണ്. അവിടെ വെൽഫെയർ പാർട്ടിയും CPM-ഉം തമ്മിൽ നല്ല ബൈ ആണ്. അതുകൊണ്ട് ഓരോ ഞാനിപ്പോൾ കുറ്റം പറയുന്നില്ല തൽക്കാലത്തേക്ക്. പണ്ട് ചെയ്തതിന്റെ പാപത്തിൽ അവർ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അവരെ വീണ്ടും വിഷമിപ്പിക്കണ്ട. രക്ഷപ്പെടാൻ വഴിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിച്ചുകൂടായിരുന്നോ? പിണറായി തൃശ്ശൂർ ഇവിടെ താനൂർ പ്രസംഗിക്കുമ്പോൾ മൂപ്പര് പറയുന്നു കോൺഗ്രസിന് ഉപദേശം. നിങ്ങളുടെ ഈ നിലപാട് കൊണ്ട് ഈ പാർട്ടി ഇല്ലാണ്ടായിപ്പോയതിനെ കുറിച്ച് ഓർക്കണം. എവിടെ നിന്നിട്ടാ പറയുന്നത്? ആകെ കേരളത്തിൽ മാത്രമേ ഉള്ള ഒരു പാർട്ടി. പണ്ട് PK ബഷീർ നിയമസഭയിൽ പറഞ്ഞിരുന്നു പെട്ടിയോട്ടൊക്കെ എന്തിനാ നാഷണൽ പെർമിറ്റ് എന്ന്. കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ മതേതര പ്രതിസന്ധിയും പരിഹരിക്കും. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങളെ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഒറ്റക്ക് നിന്നൊരു അവകാശം ഉന്നയിക്കരുത്, പിന്നെ ഞങ്ങളുടെ കൂടെ ഇന്ന് ഉന്നയിക്കണം. ശരി, വാളയാർ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കന്യാകുമാരി പാറശാല കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവിടെ ഒന്നുമില്ല. എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു രാഷ്ട്രീയമായ ന്യൂനതയാണ്. ഈ രാജ്യമാകെ പരന്നു കിടക്കുന്ന ഒരു ജനസമൂഹത്തോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്, നിങ്ങൾ സ്വന്തമായി ഒരു അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. ഉന്നയിച്ചാലോ ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടും. എന്താ അതിന്റെ യുക്തി? ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയത സംഘപരിവാർ ഉണ്ടായതിന്റെ കാരണം ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശവാദം സ്വന്തം നിലക്കുന്നയിച്ചത് കൊണ്ടാണ്. നിങ്ങൾ പിണറായി വിജയന്റെ പ്രസംഗം കേൾക്കൂ. ഞാൻ ഈ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് വീണ്ടും കേട്ടു, തെറ്റിപ്പോകരുതെന്ന് എന്ന് കരുതിക്കൊണ്ട്. അദ്ദേഹം അതിൽ പറയുന്നു, ന്യൂനപക്ഷങ്ങൾ സ്വന്തം നിലക്ക് അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയാൽ ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടും. ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുമ്പോൾ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടും. ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുമ്പോൾ വീണ്ടും ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടും. എന്തൊരു യുക്തിയാണിത്? കേളുവേട്ടം പഠന കേന്ദ്രമൊക്കെ അടച്ചുപൂട്ടിയെന്നാ തോന്നുന്നേ. ഈ സഖാക്കൾക്ക് ഒരു 4 പാർട്ടി ക്ലാസ് ഏർപ്പാടാക്കാൻ ഏത് മാഷോടാ പറയേണ്ടത്? ഗോവിന്ദൻ മാഷെ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഫാഷിസം, എന്താണ് ഭൂരിപക്ഷ വർഗീയത എന്നതിനൊരു പാർട്ടി ക്ലാസ് സംഘടിപ്പിക്കണം. അതിന്റെ ചെലവ് വെൽഫെയർ പാർട്ടി ഏറ്റു എന്ന് ഞാൻ പറയുകയാണ്. എന്തൊക്കെയാ പറയുന്നത്? ഭൂരിപക്ഷം വർഗീയത ഉണ്ടായത് ന്യൂനപക്ഷങ്ങൾ അവകാശവാദങ്ങൾ ചോദിച്ചത് കൊണ്ടാണ്, അവർ സ്വന്തം നിലക്ക് സംഘടിച്ചത് കൊണ്ടാണ്. അങ്ങനെ സംഘടിക്കുമ്പോ അപ്പുറത്ത് വർഗീയത ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ ഒരു ക്ലെയിമും ഉന്നയിക്കാൻ പാടില്ല. പകരം ഞങ്ങളുടെ കൂടെ ചേരുക. അദ്ദേഹം വളരെ ഡയറക്റ്റ് ആയിട്ടാണ് താനൂര് വന്ന് ഒരു ലജ്ജയുമില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാവുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുക. ഈ രക്ഷകന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് പോലും രക്ഷയില്ല. മലപ്പുറത്ത് സമ്മേളനം നടക്കുമ്പോൾ ലേശം എരിവ് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പോയി പാലോളി സഖാവിന്റെ അടുത്ത് പറഞ്ഞു, സഖാവെ പാകിസ്ഥാൻ ഉണ്ടായത് മലപ്പുറത്തു നിന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താടിയിരുന്നു. പാവം മനുഷ്യൻ മൂപ്പിൽ വിചാരിച്ചു, പാർട്ടിയുടെ സായാഹ്ന കാലത്താണല്ലോ, ജീവിതത്തിന്റെ സായാഹ്ന കാലത്താണല്ലോ, പാർട്ടിക്ക് എന്റെ വക ഒരു സംഭാവന ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. മൂപ്പിൽ പറഞ്ഞു, പാകിസ്ഥാൻ ഉണ്ടായത് തന്നെ മലപ്പുറത്തു നിന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടാണ്. എന്നിട്ട് ഈ പാലോളി സഖാവ് രക്ഷപ്പെട്ടോ? മിനിഞ്ഞാന്ന് ആ PC ജോർജ് വിളിച്ച തെറിയിൽ 2 തെറി. ഒന്ന് നമ്മുടെ തവനൂരിലെ എവിടത്തെ വളാഞ്ചേരിയിലെ സുഹൃത്തിനും, രണ്ടാമത്തേത് പാലോളിക്കാണ്. നിങ്ങൾ കേട്ടോ? സഖാവ് പാലോളി പോലും രക്ഷപ്പെടാത്ത മുസ്ലിം വിരുദ്ധതയുടെ കൂടാരമാണ് കേരളത്തിലെ CPM കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? ആരുടെ സംരക്ഷകരാകാനാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ വ്യക്തമാക്കണം. സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാട് സ്വീകരിക്കുന്നവർ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, സംഘപരിവാറിന്റെ രാഷ്ട്രീയം എന്താണ്?
അത് സവർണ ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, വംശീയ രാഷ്ട്രീയമാണ്. ഇത് ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ആരെങ്കിലും സംഘടിച്ചത് കൊണ്ടോ പ്രകോപിതരായത് കൊണ്ടോ മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ അവകാശവാദം ഉന്നയിച്ചത് കൊണ്ടോ ഉണ്ടായതല്ല. അത് ഈ രാജ്യത്തെ സവർണ വിഭാഗങ്ങൾ അവരുടെ സങ്കല്പം, അവരുടെ സമൂഹത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ചുള്ളവരുടെ സങ്കല്പം, ആ സങ്കല്പം തന്നെ വംശീയതയാണ്. അതിൽ നിന്നാണ് സംഘപരിവാർ രൂപപ്പെട്ടിട്ടുള്ളത്, RSSും ഹിന്ദു മഹാസഭയും രൂപപ്പെട്ടിട്ടുള്ളത്. അത് മറ്റൊന്നുമായി ബന്ധമില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് സഖാവ് പിണറായി വിജയൻ പറയുന്ന CPMന്റെ ഭാഗമായാലും ഇന്ത്യയിലെ സംഘപരിവാർ അതിന്റെ വംശീയ രാഷ്ട്രീയ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോകില്ല. അത് സ്വയം തന്നെ ഒരു വംശീയതയാണ്. അത് ആരുമായി എന്തെങ്കിലുമായി ബന്ധപ്പെട്ടതല്ല. ഇത് മനസ്സിലാക്കണം, ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഹിന്ദുത്വ വംശീയത ഇന്ത്യയിൽ അതിന്റെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ എന്താ? ഹിന്ദു ഏകീകരണമാണ്. ഹിന്ദുക്കളെ ഏകീകരിക്കുക. വിവിധ ജാതി വിഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദു ജനവിഭാഗത്തെ ഏകീകരിച്ചാൽ മാത്രമേ ഈ ന്യൂനപക്ഷമായ സവർണ വംശീയവാദികൾക്ക് അധികാരത്തിലെത്താൻ കഴിയൂ. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? അവർ വംശീയ എതിരാളികൾ എന്ന് പ്രഖ്യാപിച്ച മുസ്ലിങ്ങളെ അപരന്മാരാക്കി നിർത്തി അവരെ കുറിച്ചുള്ള ഭീതി രാജ്യത്തുണ്ടാക്കിയെടുക്കുക. ഒരു ദേശാഭിമാന ബോധം ആദ്യം നിർമ്മിക്കുന്നു. ഇന്ത്യ, ഈ രാജ്യം, ഇതിന്റെ ദേശീയത, അതിനെക്കുറിച്ച് വളരെ തീവ്രമായ ഒരു മാനസികാവസ്ഥ രാജ്യത്തുണ്ടാക്കിയെടുക്കുന്നു. ആ തീവ്ര മാനസികാവസ്ഥയിൽ രൂപപ്പെടുന്ന ജനസഞ്ചയത്തെ ഈ ദേശീയതയുടെ മറുവശത്ത് നിൽക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായ വികാരത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇങ്ങനെ ഉത്തേജിതമായ ഒരു ജനസമൂഹത്തിന്റെ ഉള്ളിൽ ഈ വെറുപ്പിന് കനം കൂട്ടാൻ വേണ്ടി മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഭീതി പ്രചരിപ്പിക്കുന്നു. അവർ ദേശവിരുദ്ധരാണ്, അപകടകാരികളാണ്, അസംസ്കാരരഹിതരാണ്, കുട്ടികളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്, സ്വത്ത് അപഹരിക്കുന്നവരാണ്, നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരാണ്, നുഴഞ്ഞുകയറ്റക്കാരാണ്. ഇതെല്ലാം അവരുടെ പ്രയോഗങ്ങളാണ്. ഈ പ്രയോഗങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്നു. എന്നിട്ട് ഭീതി, ഇസ്ലാമോഫോബിയ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു ഏകീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം. അതേസമയം തന്നെ ഇന്ത്യയിൽ അവരുടെ സവർണ വംശീയതയുടെ എതിരാളികളെ, അതിന്റെ ഇരകളാക്കപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഗോൾവാൾക്കറുടെ വിചാരധാര. അവരെതിരാളികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നാമതായത് മുസ്ലിങ്ങൾ, രണ്ടാമതായി ക്രൈസ്തവർ, മൂന്നാമതായി കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്നായിരുന്നു ഗോൾവാൾക്കർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പ്രസാധകർക്ക് കത്തയക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ എന്നതിന്റെ ബ്രാക്കറ്റിൽ കേരളത്തിലെ പിണറായി വിജയന്റെ CPMനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഗോൾവാൾക്കർ എഴുതുമായിരുന്നു എന്ന കാര്യത്തിൽ ഇന്ന് രണ്ടഭിപ്രായം വേണ്ട. പക്ഷേ ഉണ്ടല്ലോ, കേരളത്തിന് പുറത്തുള്ള സഖാക്കളുണ്ടല്ലോ, അവരുൾപ്പെടെയുള്ള ഈ വിഭാഗത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരകൾ, ഇന്ത്യയിലെ ദളിതർ ഇരകളാണ്. ജാതീയമായി നിൽക്കുന്ന പിന്നാക്ക ഹിന്ദുക്കൾ ഇരകളാണ്. മോഹൻ ഭഗവത് അവസാനം പ്രഖ്യാപിച്ച എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം പറഞ്ഞു അതേസമയം 4 ഹിന്ദുക്കളുണ്ട്, 4 തരം ഹിന്ദുക്കൾ. അതിൽ അഭിമാനിയായ ഹിന്ദു എന്ന ഒറ്റ വിഭാഗം മാത്രമാണ് ഈ രാജ്യത്തിന്റെ അവകാശമുള്ളവർ. അദ്ദേഹം പറഞ്ഞ 3 ഹിന്ദുക്കളുണ്ട്: സന്ദേഹി, വിരോധി, അജ്ഞാനി. ഈ 3 കൂട്ടർ, അവർക്ക് ഈ രാജ്യത്ത് എന്ത് പൊസിഷനാണ് ഉണ്ടാവുക എന്ന് ജാതി വ്യവസ്ഥ പരിശോധിച്ചാൽ മനസ്സിലാകും. അവരെല്ലാം ഇതിന്റെ ഇരകളാണ്. ഈ ഇരകളെ ഭിന്നിപ്പിക്കുക, ഇവരെ ഛിന്ന ഭിന്നമാക്കുക, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക, പിന്നാക്ക ജനവിഭാഗങ്ങളെ അവരെ തമ്മിലടിപ്പിക്കുക, എന്നിട്ട് ഈ ന്യൂനപക്ഷം പ്രബലരായി തീരുക എന്നതാണ് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ വംശീയ പദ്ധതിയിൽ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ശ്രദ്ധിക്കുന്നത്?
അവർ നടത്തുന്ന പ്രസംഗങ്ങൾ, എഴുത്തുകൾ, ലേഖനങ്ങൾ, ആക്ടിവിറ്റികൾ, അതിലൊന്നും ഈ കാര്യങ്ങൾ കടന്നു വരാൻ പാടില്ല. ഇത് കടന്നു വന്നാൽ അതാരെയായിരിക്കും സഹായിക്കുക? പ്രബലരായി മറുവശത്ത് നിൽക്കുന്ന ഈ ഹിന്ദുത്വ വംശീയതയായിരിക്കും അത് സഹായിക്കുക, സംശയമില്ല. ഇനി നിങ്ങൾ കേരള CPM-ലേക്ക് വരൂ. കേരളത്തിലെ CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ RSS ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എവിടെയാണ് തുല്യത വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഒന്നാമതായി ഞാൻ പറഞ്ഞു, ഈ രാജ്യത്തെക്കുറിച്ച്, ഈ നാടിനെ കുറിച്ച്, അതിന്റെ ഉടമസ്ഥതയെ കുറിച്ച് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം, ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളുടേതാണ് ഈ രാജ്യം, അഥവാ ഹിന്ദുത്വ വംശീയതയുടെ ഓണർഷിപ്പ് ഉള്ളവരുടേതാണ് ഈ രാജ്യം. ഇതാണ്. അപ്പൊ സംഘപരിവാർ ഇന്ത്യയിൽ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ ഉടമസ്ഥത ആർക്കാണെന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അന്തരിച്ച കേരളത്തിന്റെ CPM സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിലാദ്യത്തേത് കുഞ്ഞു കുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി. പ്രാസമൊത്തോ? ഒത്തല്ലേ? ഇത് പ്രാസം അക്ഷരത്തിൽ മാത്രമല്ല ഒക്കുന്നത്. കേരളത്തിലെ 2 കമ്മ്യൂണിറ്റികൾ, മുസ്ലിങ്ങളും ക്രൈസ്തവരും, ഇവർ കേരളത്തെ ഭരിക്കാൻ പോകുന്നു, നിയന്ത്രിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയാധികാരം കൈവശത്തിലെടുക്കാൻ പോകുന്നത് ഈ 2 കൂട്ടരാണ്. ഇതെന്തിനാ CPM-ന്റെ സെക്രട്ടറി പറയുന്നത്? ഒരു മതനിരപേക്ഷ പാർട്ടി, ഇവിടെ പിണറായി വിജയൻ വലിയ വാദം അർച്ചല്ലോ, 4 വോട്ടിന് വേണ്ടി ആ സാധനം ഞങ്ങൾ ചെയ്യൂല എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ 2 കമ്മ്യൂണിറ്റികളെ അവർ ഈ സംസ്ഥാനത്തെ അധികാരം പിടിക്കാൻ പോകുന്നു എന്ന ഭയമുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കുകയാണ്. എന്താണ് ആ സന്ദേശം? നിങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ, ഈ ജനവിഭാഗങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ഞങ്ങൾ കൂട്ടു ചെയ്യൂ. ഇതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ആ ആഹ്വാനത്തിന്റെ അർത്ഥം. ഇത് വിശദീകരിക്കാൻ, മനസ്സിലാക്കാനൊന്നും അധികം ബുദ്ധിമുട്ടില്ല. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോഴാണ് മാണി സാർ മരിച്ചു. അദ്ദേഹത്തിന്റെ മകന് UDF-ൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. അപ്പോൾ കുഞ്ഞുമാണി എന്ന് അവിടെ പ്രയോഗിച്ച സ്ഥലം, കുഞ്ഞുമാണിയും കുഞ്ഞും അവിടെ പ്രയോഗിച്ചിരുന്നു. അത് എഡിറ്റ് ചെയ്തു. AKG സെന്ററിൽ, പഠനശാലയിൽ ബുദ്ധിരാക്ഷസന്മാർ കൂടിയിരുന്ന് അതങ്ങ് എഡിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് കുഞ്ഞുമാണിയെയും കുഞ്ഞിനെ ഒഴിവാക്കി. കുഞ്ഞിനെ ഒഴിവാക്കി എന്താ നിങ്ങൾ ലോജിക്ക് മനസ്സിലായോ? കുഞ്ഞുഞ്ഞ് അപ്പോഴും ഉണ്ട്. മാണി സാറിന്റെ മകൻ UDF-ൽ നിന്ന് അസംതൃപ്തനായി LDF-ലേക്ക് വന്നു. അപ്പോൾ അവർ എഡിറ്റ് ചെയ്തു. മാണി സാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ VS അച്യുതാനന്ദൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അണയാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകത്തിൽ ഈ മാണി സാർ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കാണുന്നു എന്നായിരുന്നു അന്ന് പറഞ്ഞത്. മാണിയുടെ മകൻ ഇപ്പുറത്ത് വന്നപ്പോൾ തീ അണച്ചു, പുഴുവിനെ കൊന്നു, എന്നിട്ട് പാർട്ടിയെ ഇപ്പുറത്തെടുത്തു. അപ്പോഴും കുഞ്ഞുഞ്ഞുണ്ടല്ലോ. എന്തേ കുഞ്ഞുഞ്ഞിനെ ഒഴിവാക്കി? പിന്നീട് കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുഞ്ഞ്, പിന്നൊരു പേരും കൂടെ ചേർത്താ പോരെ? സാമൂഹിക സമുദായ ധ്രുവീകരണം. മാണിയുടെ പാർട്ടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ മുസ്ലിം ജനവിഭാഗത്തെ മാത്രം അപ്പുറത്തു നിർത്തി കിട്ടുന്ന 2 സമുദായ സമൂഹങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുക? ആ എഡിറ്റിംഗിലാണ് കുഞ്ഞാലിക്കുട്ടി എന്തായാലും അവിടെ പെട്ടു. കുഞ്ഞാലിക്കുട്ടി, ഹസൻ, അതിന്റെ കൂടെ പാവപ്പെട്ട അമീറും പെട്ടു. അമീറിന്റെ വീട്ടിൽ ഹസൻ ചായ കുടിച്ചതാണ്. വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ ചായ കൊടുക്കുന്നതൊക്കെ സൂക്ഷിച്ചോണം. ചായ കൊടുത്തു, 2 ആളും പെട്ടു. ഇക്വേഷൻ പൂർത്തിയായോ? എന്താ സന്ദേശം? കുഞ്ഞാലിക്കുട്ടി, ഹസൻ, അമീർ കേരളം പിടിക്കാൻ പോകുന്നു. എന്താ ഈ സമുദായം ഈ നാട്ടിലല്ലേ 27% വരുന്ന
കേരള ജനസംഖ്യയിലെ ഏതാണ്ട് 1/3 വരുന്ന ഒരു ജനവിഭാഗത്തിൽപ്പെട്ട 3 നേതാക്കളെ അവരെ പേരെടുത്തുകൊണ്ട് ഇവർ കേരളം പിടിക്കാൻ പോകുന്നു എന്ന ഭീതി ഉണ്ടാക്കുകയാണ്. എന്താ സന്ദേശം? ഈ മുസ്ലിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയാധികാരത്തിൽ എത്തിച്ചേരാതിരിക്കാൻ നിങ്ങൾ CPM-നെ ഇടതുപക്ഷത്തെ പിന്തുണക്കൂ. എന്താണ് CPM പ്രതിനിധാനം ചെയ്യുന്നത്? ഈ നാടിന്റെ ഉടമസ്ഥത ഈ നാട്ടിലെ ഒരു സമുദായത്തിനൊരു സമൂഹത്തിനാണ്. ബാക്കിയുള്ളവർക്ക് അതില്ല. അതുണ്ടാകണമെങ്കിൽ അവരോട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യണം. ഇല്ലാതെ നിങ്ങൾക്കത് കിട്ടുകയില്ല, നിങ്ങൾക്ക് പങ്കാളിത്തം ലഭിക്കുകയില്ല. നിങ്ങൾ ഓർത്ത് നോക്കൂ, സംഘപരിവാറിന്റെ ഒരാശയത്തെ CPM എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. എന്നിട്ടിപ്പോൾ കേരളത്തിൽ നടത്തുന്ന പ്രസംഗം, ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്താ? രണ്ടാമത്തെ കാര്യം, ഭൂരിപക്ഷ സമുദായത്തെ ഹിന്ദു വിഭാഗത്തെ ഏകീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഭൂരിപക്ഷ സമൂഹത്തെ ഏകീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് ഈ മുസ്ലിം ഭീതി ഉണ്ടാക്കുന്നത്? വിജയരാഘവന്റെ പ്രസംഗം ഇവിടെ പരാമർശിച്ചു. വയനാട്ടിൽ 4,10,000 വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. ആ ജയത്തിന്റെ പിന്നിൽ എന്താ വിജയരാഘവന്റെ പ്രസംഗം? മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയുടെ ദൃഢീകരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് പോകുമായിരുന്നില്ല എന്ന്. മനസ്സിലായോ? ന്യൂനപക്ഷ വർഗീയതയുടെ ദൃഢീകരണമാണ് ഈ 4,10,000 വോട്ടിന്റെ കാരണം, ഭൂരിപക്ഷത്തിന്റെ കാരണം. വയനാട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുസ്ലിം ജനവിഭാഗങ്ങളുടെ വോട്ട് പെർസെന്റേജ് അതിനെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വോട്ട് ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, തോറ്റുപോയത്. എത്രയാ സഖാവിന്റെ പാർട്ടിക്ക് കിട്ടിയത്? 2,10,000 വോട്ട്. വലിയ മാർജിൻ 65% വോട്ട് നേടിയ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം മുസ്ലിം വിഭാഗത്തിന്റെ, തീവ്ര മുസ്ലിം വിഭാഗത്തിൻ്റെതാക്കി മാറ്റി. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ തീവ്രവാദികളല്ലെന്നൊക്കെ വിചാരിച്ച് പഴയ പുസ്തകമൊക്കെ എടുത്ത ആളുകൾ വീണ്ടും പലതും ഒക്കെ പറഞ്ഞു നോക്കിയാലൊന്നും പക്ഷേയില്ല. വിജയരാഘവന്റെയും ഗോവിന്ദ മാഷിന്റെ ഒക്കെ പട്ടികയിൽ നിങ്ങൾ അസൽ തീവ്രവാദികൾ തന്നെയാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എല്ലാവരും പെടും. പാലോളി മുഹമ്മദ് കുട്ടി പെട്ടില്ലേ? പാവം കരീംക്ക പെട്ടില്ലേ? ഇളമരം കരീമൊക്കെ എനിക്ക് അദ്ദേഹത്തോടൊക്കെ ബഹുമാനത്തോടു കൂടി പറയാനുള്ളത്, വല്ലാതെ ആവേശം കാണിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കേണ്ടി വരുന്ന ഒരു ദൗർഭാഗ്യം ഒരു ദിവസം അധികം വൈകാതെ വരാനിരിക്കുക. ഈ നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ കൊണ്ടുപോയി ഒരു ഏകീകരണം നടത്താൻ ശ്രമിക്കുന്നു. ഇതൊരു മതനിരപേക്ഷ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? ഇതൊരു ജനാധിപത്യ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യുമോ? കോൺഗ്രസ് അതിന്റെ പലതരം രാഷ്ട്രീയ അപജയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിൽ കോൺഗ്രസിനുണ്ടായ രാഷ്ട്രീയ അപജയങ്ങൾ ഈ രാജ്യം സൂക്ഷ്മതയോടെ വിലയിരുത്തി അവരോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചവരായിരുന്നു ഇടതുപക്ഷം. പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷം CPM ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന പേര് തരിക? തളിപ്പറമ്പിൽ മോഹനൻ മാഷ് പ്രസംഗിച്ചല്ലോ. 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ എന്താണ് നമ്മുടെ രാവിലത്തെ ഈ വ്യായാമത്തിന്റെ പേരെന്താ? മെക്സവൻ. എൻ്റെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ പേര് മനസ്സിലായി. മെക്സവൻ. ആളുകൾ രാവിലെ എഴുന്നേറ്റ്, ഒന്നില്ലേ തന്നെ മലയാളി രോഗിയാണ്. ഈ കൊളസ്ട്രോളും ഷുഗറും എല്ലാം കൂടെ കൂടിയിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. 4 മനുഷ്യന്മാർ രാവിലെ എഴുന്നേറ്റ് തെക്ക് വടക്ക് നടന്നിട്ട് ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൂടെ? CPM-ഉം PPA-ഒക്കെ ഭരണഘടന മാറ്റിയാണ്. ഇപ്പൊ മദ്യപിച്ചാലും കുഴപ്പമില്ല, മെമ്പർഷിപ്പ് കൊടുക്കുമെന്നാണ്. അങ്ങനെ ആളുകളൊക്കെ ഒരു ഭാഗത്ത് കേടായിക്കൊള്ളട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ 4 ആൾ നന്നാകട്ടെ. അതിനെക്കുറിച്ച് എന്താ മോഹനൻ മാഷ് പറഞ്ഞത്? മെക്സവന്റെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അങ്ങനെ പാർട്ടി അന്വേഷണം നടത്തി. തളിപ്പറമ്പിലും കണ്ണൂരും കുറ്റ്യാടിയിലും കോഴിക്കോട്ടും ഫറോക്കും ഒക്കെ അന്വേഷിച്ചപ്പോൾ എന്താ മനസ്സിലായത്? മെക്സവന്റെ ഉള്ളിൽ മുഴുവൻ DYFI-കാരും തുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ആരാ നുഴഞ്ഞു കയറിയത്? DYFI, SFI-കാരൊക്കെ, മഹിളാ സമാജംകാരൊക്കെ നുഴഞ്ഞു കയറിയിട്ട് രാവിലെ എഴുന്നേറ്റിരുന്നു. മെക്സവൻ. മാഷിക്ക് മനസ്സിലായി, ഇനി ഇതും കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ കൈ കാണിക്കുന്നവന്റെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് പിന്നെ പറഞ്ഞു, ഞങ്ങൾ മെക്സവനെതിരല്ല. അതിൽ നിങ്ങൾ അറിയേണ്ട രണ്ടാമത്തെ ഒരു പ്രസംഗമുണ്ട്. എന്താ ചോദ്യം? സദസ്സിനോട് കണ്ണടച്ചോളൂ, 1 മിനിറ്റ് കണ്ണടച്ചോളൂ. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുകയാണെന്നൊന്ന് സങ്കല്പിക്കും. വെറുതെ സങ്കല്പിച്ചാൽ
ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടല്ലോ, ഒരു സങ്കല്പിച്ചോളി. ഇനി രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ ഒരു ഇന്ത്യ ഭരിച്ചാൽ ഇവിടെ ആരായിരിക്കും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുക? കണ്ണടച്ചിരുന്നവനൊന്നും ഉത്തരയില്ല. ഓൻ കണ്ണടച്ചിരുന്നിട്ടും അവർക്കത് തെളിഞ്ഞില്ല. അപ്പം മോഹനന്റെ മറുപടി ഇനി ഞാൻ പറയാം, ഇന്ത്യയിലെ ഹിന്ദുക്കളായിരിക്കും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുക. ഈ പ്രസംഗം ഇവിടെ സുഹൈബ് പറഞ്ഞതുപോലെ ആരാണ് പ്രസംഗിച്ചത് എന്ന് പറയാതെ ഈ പ്രസംഗം ഒന്ന് കവലയിലിട്ടാൽ ഇത് കേട്ടുപോകുന്ന ഡിവൈഎഫ്ഐക്കാരൻ തന്നെ പറയും, ഏതോ ഒരു സംഘപരിവാറുകാരൻ നിന്ന് പ്രസംഗിക്കുന്നു എന്ന് പറയും, അല്ലേ? എന്നാ സഖാവേ, അത് സംഘപരിവാറുകാരനല്ല, സംഘപരിവാറിന്റെ മസ്തിഷ്കമുള്ള സാക്ഷാൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പ്രസംഗമാണ്. എന്താ അതിന്റെ സന്ദേശം? ഇന്ത്യയിലെ ഹിന്ദുക്കളെ, മലയാളികളായ ഹിന്ദു സമൂഹമേ, നിങ്ങൾ അപകടത്തിലാകാൻ പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കാൻ പോവുകയാണ്. നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ച് ഈ രാജ്യം ഒരു വഴിക്കാക്കി, ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ തെരുവിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് ആത്മാർത്ഥതയുടെ മനസ്സംഘർഷമില്ലാതെ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയുമോ? ആലോചിച്ച് നോക്കൂ, പറ്റുമോ? എന്തേ ഒരു സംഘർഷവുമില്ലാതെ ഇതിങ്ങനെ പറയാൻ പറ്റുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ഈ വർഗീയ, ഈ വംശീയ രാഷ്ട്രീയം നിങ്ങളുടെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. ഈ ഭീതിയാണ് നിങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇല്ലാ കഥകൾ, മുസ്ലിം തീവ്രവാദം, മതരാഷ്ട്രം, ഇതെല്ലാം ഉണ്ടാകാൻ പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഈക്വൽ ടു മതരാഷ്ട്രം. അതുകൊണ്ട് അവരുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. എന്താ പറയുന്നത്? ചില ആളുകൾക്ക് പ്രായമാകുമ്പോൾ ഓർമ്മക്കുറവ് വരാറുണ്ട്. അങ്ങനെ ഓർമ്മക്കുറവ് വന്നാൽ പിന്നെ അത്തരം ആളുകളെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി വിശ്രമ ജീവിതം നയിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. സഖാവ് പിണറായി വിജയന് 2019 മുമ്പുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ ആ ഹിസ്റ്ററി മറന്നുപോയിരിക്കുന്നു. അദ്ദേഹത്തിന് ഓർമ്മയില്ല. മുഖാമുഖം ഇരുന്ന് ചായയും അണ്ടിപ്പരിപ്പും ഒക്കെ കൊടുച്ചിരുന്നിട്ട് മുന്നണി ചർച്ച നടത്തി വോട്ട് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്ത ആളാണ് താനൂരിൽ വന്നിട്ട് പറയുന്നത്, നോട്ടിന് വേണ്ടി ഞങ്ങളത് ചെയ്യില്ല. സഖാവേ, ഇപ്പോൾ നിങ്ങൾക്കത് പറയണം. കാരണം തീവ്രവാദത്തിന്റെ ഭീതി ഉണ്ടാക്കാൻ, മതരാഷ്ട്രത്തിന്റെ ഭീതി ഉണ്ടാക്കാൻ, ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ ഭൂരിപക്ഷ ജനസമൂഹത്തിന്റെ വോട്ട് തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ വഴിയിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. അതിനാണ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെവിടേക്കാണ് എത്തിച്ചേരുക? CPM-നോട് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, ഒക്ടോബർ മാസം 20 ഒക്ടോബറിലാണ് കോടിയേരി ബാലകൃഷ്ണൻ, അമീർ കുഞ്ഞാലിക്കുട്ടി ഹസൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. അതിനുശേഷം ഒരു യക്ഷിവേട്ട നടന്നു. വെൽഫെയർ പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ആ വേട്ട. ആ സമയത്ത് കേരളത്തിൽ ആകമാനം വെൽഫെയർ പാർട്ടിയെ പ്രശ്നവൽക്കരിക്കുന്ന മാധ്യമ ചർച്ചകൾ, CPM-ന്റെ അനുകൂലികളായ മാധ്യമ പ്രവർത്തകർ ചർച്ചകൾ സംഘടിപ്പിച്ചു. ഇപ്പൊ സമാനാണല്ലോ സാഹചര്യം. ആദ്യം ഒരിടത്തുനിന്ന് വെടിപൊട്ടുന്നു, മാധ്യമ ചർച്ചകൾ നടക്കുന്നു, സംവാദം. രാജ്യത്താകെ പ്രശ്നം മതരാഷ്ട്രമാണ്. എപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്? എവിടുന്നാണ് ഇപ്പൊ പുതിയ പ്രശ്നം? എവിടെങ്കിലും ഉരുള് പൊട്ടിയോ? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല. CPM ഓൺ ചെയ്യുന്നു, ഉടൻ അത് ഏറ്റെടുക്കുന്നു. ഇത് 2020 നടന്നു. ആ സമയത്ത് CPM നടത്തിയ യക്ഷിവേട്ട അഭിമുഖീകരിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി എന്ന് കേരളത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ യക്ഷിവേട്ട അവസാനിക്കുമ്പോൾ കേരളം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ ഞങ്ങൾ ഒരിഞ്ച് ക്ഷീണിക്കുകയില്ല. 2020 തെരഞ്ഞെടുപ്പിന് മുമ്പ് വെൽഫെയർ പാർട്ടിക്ക് കേരളത്തിൽ 41 ജനപ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. ഈ ആക്രമണങ്ങൾക്ക് ശേഷം സാക്ഷാൽ പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ച ആക്രമണങ്ങളെ അതിജീവിച്ച് 41-നെ 65-ലേക്ക് ഉയർത്തിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ കേരളത്തിൽ വിശ്രമിച്ചത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ കേരളത്തിന് സംഭവിക്കും. കേരളത്തിന് സംഭവിച്ചു. ആ ദുരന്തമാണ് ഇന്ന് കേരളത്തിൽ വളർന്നു തിടം വെച്ചുകൊണ്ടിരിക്കുന്നത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പും 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ
ഞങ്ങൾക്കൊരു ക്ഷീണവും സംഭവിക്കില്ല. നിങ്ങൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ അറിയാവുന്ന മുഴുവൻ പ്രസംഗകരെയും അണിനിരത്തി നിങ്ങൾ പ്രസംഗിച്ചോളൂ. ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു ഇഞ്ച് ക്ഷീണം ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന് സാക്ഷാൽ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ കേരളത്തിന് സംഭവിക്കും, കേരളത്തിന് നഷ്ടം സംഭവിക്കും. ആ നഷ്ടം എന്ന് പറയുന്നത് തിരിച്ചു വരാൻ കഴിയാത്ത നഷ്ടമാണ്. വാപിളർന്നു നിൽക്കുന്ന സംഘപരിവാറിന് നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കുകയാണ്. അത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ. ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കളവ് പറഞ്ഞു. തൃശൂരിൽ സംഘപരിവാർ വിജയിച്ചത് ഞങ്ങളെ കൊണ്ടല്ല, UDF കൊണ്ടാണെന്നാണ്. UDF കാര്യം UDF മറുപടി പറഞ്ഞോട്ടെ, അതെന്റെ വിഷയമല്ല. പക്ഷേ ആ പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തൃശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് 1.5 ലക്ഷം വോട്ടാ. പിണറായി വിജയൻ താനൂര് പ്രസംഗിച്ചോ? താനൂര് പറഞ്ഞോ? സഖാക്കളെ ഒന്ന് രഹസ്യമായി ചോദിച്ചു നോക്കൂ. 2021 തൃശൂർ പാർലമെന്റ് മണ്ഡല പരിധിയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടിൽ നിന്ന് 1.5 ലക്ഷം വോട്ട് എങ്ങോട്ട് പോയി? അത് സുരേഷ് ഗോപി കൊണ്ടുപോയി. സുരേഷ് ഗോപി നല്ല അഭിനയക്കാരനാ. പിണറായി വിജയ, നിങ്ങളെക്കാളും മികച്ച അഭിനയക്കാരാണ് സംഘപരിവാറിന്റെ മറുവശത്ത് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തോളൂ. അന്തിക്കാട്ട വോട്ട് പോയതിന്റെ പ്രയാസത്തിലാ സഖാവ് സുനിൽകുമാർ. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. 6-7 മാസമായി അന്തിക്കാട്ട വോട്ട് എങ്ങോട്ടാ പോയെന്ന്. ഞാൻ ആലപ്പുഴക്കാരനാ. എന്റെ നാട്ടിലാണ് പുന്നപ്ര വയലാർ. പുന്നപ്രയിലെ സമരഭൂമിയിൽ LDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്താ. ആ പാർട്ടി അവിടെ ഇപ്പൊ CPM ഒരു സഖാവ് രാജിവെച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ ബാബു. എന്താ അദ്ദേഹം പറഞ്ഞത്? ആലപ്പുഴയിലെ പാർട്ടി മുസ്ലിം തീവ്രവാദത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? ആലപ്പുഴയിൽ മത്സരിച്ചത് സഖാവ് ആരിഫ. സഖാവ് ആരിഫ് ആരാ? ആരിഫ് മുസ്ലിം തീവ്രവാദി. നിങ്ങളുടെ സഖാവ് പറയുകയാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CPM ജില്ലാ കമ്മിറ്റി അംഗം രാജിക്കത്തെഴുതുമ്പോ പറയുന്നു ആലപ്പുഴയിലെ പാർട്ടി മുസ്ലിം വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വോട്ടുകൾ ചോരുകയാ. നിങ്ങളുടെ അണികൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അണികളെ തിരിച്ചു പിടിക്കാൻ മതനിരപേക്ഷ രാഷ്ട്രീയം പഠിപ്പിക്കണം. പോകുന്നവനോട് പറയണം, ഇത് നീ എന്താ മനസ്സിലാക്കിയത്? മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയാണ് മതനിരപേക്ഷ രാഷ്ട്രീയം അല്ല. മുസ്ലിം കൂടി ഉൾക്കൊള്ളുന്നതാണ് മതനിരപേക്ഷ രാഷ്ട്രീയം. മുസ്ലിങ്ങളുടെ അവകാശങ്ങളും പ്രാതിനിധ്യവും ഉൾക്കൊള്ളുന്നതാണ് മുസ്ലിം മതനിരപേക്ഷ രാഷ്ട്രീയം. ഇത് പഠിപ്പിക്കണ്ടേ? ഇത് പഠിപ്പിക്കുന്നതിന് പകരം സംഘപരിവാർ റാഞ്ചിക്കൊണ്ടുപോയ സഖാക്കളുടെ മനോഭാവത്തിനനുസരിച്ച് പാർട്ടിയെ മാറ്റുകയാണ്. തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കേരളം സംഘപരിവാറിന്റെ മനോഗതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് CPM വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ കേട്ടോ പ്രസംഗം? അദ്ദേഹം പറയുകയാണ്, സഖാക്കളെ, ജനാധിപത്യത്തിന് 4 തൂണുകളുണ്ട്. 1 ലെജിസ്ലേറ്റീവ്, 2 എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യറി, 4ാമത് എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കിയ മീഡിയ. ഈ 4 തൂണുകളുണ്ട്. ഇതിൽ ഒരു തൂണ് മാത്രമേ നമുക്കുള്ളൂ. ഏതാ തൂണ്? ലെജിസ്ലേറ്റീവ്. ലെജിസ്ലേറ്റീവിലെ ഭൂരിപക്ഷം നമുക്കാ. അവിടെ സംഘപരിവാർ ഇല്ല, 0. കേരള ലെജിസ്ലേറ്റീവിൽ സംഘപരിവാർ 0. പക്ഷേ ലെജിസ്ലേറ്റീവ് മാത്രമേ നമുക്കുള്ളൂ. പിന്നെയോ എക്സിക്യൂട്ടീവ്. ഈ ഗോവിന്ദൻ മാഷ് കുറച്ചൊക്കെ സത്യസന്ധന കേട്ടോ, അജ്മലെ. അദ്ദേഹം ഉള്ളത് ചിലപ്പോഴൊക്കെ പറയും. അങ്ങനെ ഒരു സെക്രട്ടറി അവിടെ ഇരിക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണെന്ന്. അല്ല, നരേന്ദ്രമോദി തന്നെയാണ്. ഇത് വെൽഫെയർ പാർട്ടിക്കാരാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആളുകൾ പറയും. ഇത് നമ്മൾ ഗോവിന്ദൻ മാഷക്ക മുമ്പേ പറഞ്ഞതാണെന്നുള്ള കുഴപ്പമില്ല. 8 കൊല്ലം മുമ്പ് നമ്മൾ പറയുന്നതാണ് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ല നരേന്ദ്രമോദിയാണെന്ന്. കൊല്ലം 6 കഴിഞ്ഞ് 7 കഴിഞ്ഞപ്പോ ഗോവിന്ദൻ മാഷക്ക് എന്തായാലും വെളിപാടുണ്ടായിരിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രചാരണം പലരെ സ്വാധീനിക്കുന്ന പറയുന്നല്ലേ, അൻവറിന്റെ പിന്നിൽ വെൽഫെയർ പാർട്ടിയാണെന്നാണ്. എന്തായാലും ഒരു കാര്യത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഗോവിന്ദൻ മാഷിനെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നതിൽ എന്തായാലും നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലെജിസ്ലേറ്റീവിലെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. എക്സിക്യൂട്ടീവ് സംഘപരിവാർ, ജുഡീഷ്യറി സംഘപരിവാർ, മീഡിയ സംഘപരിവാർ.
അപ്പൊ ഈ ലെജിസ്ലേറ്റീവിലെ ഭൂരിപക്ഷം എന്തിനാ? സഭയിൽ എഴുന്നേറ്റ് നിന്ന് BGM ഇട്ട് തഗ് ഡയലോഗ് അടിക്കാൻ കാണിച്ചു തരും. പൗരത്വ നിയമം നടപ്പാക്കൂല, മറ്റേ നിയമം നടപ്പാക്കൂല. ഈ ഡയലോഗ് അടിക്കാൻ ലെജിസ്ലേറ്റീവിന്റെ ഭൂരിപക്ഷം ആവശ്യമുണ്ടോ? ലെജിസ്ലേറ്റീവിന്റെ ഭൂരിപക്ഷം എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനാണ്. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ലെജിസ്ലേറ്റീവിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എന്താവശ്യത്തിനാണെന്ന് മലയാളി ചിന്തിക്കണം. ഇത് CPM തുറന്ന് സമ്മതിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സംഘപരിവാർ രാഷ്ട്രീയത്തെ മനസ്സിലാക്കി അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ CPM-ന് സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഹിന്ദു എന്താണ് സാധനം ഉണ്ടാക്കിയത്? വാട്സാപ്പ് മല്ലു ഹിന്ദു വാട്സാപ്പ് ഉണ്ടാക്കി IAS-കാരനെ തിരിച്ചെടുത്തു. ഇന്നലെ അദ്ദേഹം ജോയിൻ ചെയ്തു. നടപടിയില്ല, ഒരു നടപടിയില്ല. ഇപ്പൊ സഖാക്കൾ മുഴുവൻ ഭാഗ്യവതിയുടെ പുറയാണ്. എവിടെ? വാളയാറിലെ ഭാഗ്യവതി. CPM-ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വമ്പിച്ച ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉത്തരം പറയണം. എന്ത് ഭാഗ്യവതി എന്തിനാ ധർമ്മടത്ത് പിന്തുണച്ചെന്ന് പറയാൻ തൽക്കാലം സൗകര്യമില്ല. കേരളത്തിലെ മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഭാഗ്യവതിയുടെ കുട്ടികൾക്ക് വേണ്ടി സമരം നടത്തിയ ആളുകൾക്കെതിരെയുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ IAS മല്ലു IPS IAS ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണൻ തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹത്തെ സുഖമായി എടുത്തിരിക്കുന്നു. നിങ്ങൾ പാർട്ടി, നിങ്ങളുടെ മുന്നണി, നിങ്ങളുടെ ഗവൺമെന്റ് എല്ലാം സംഘപരിവാർ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ധൃതിയിലേക്ക് വ്യതിചലിച്ചിരിക്കുന്ന CPM-നെ ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന് കേരളത്തിൽ പറയാൻ കഴിയില്ല. ഇതൊരു ലക്ഷണമൊത്ത വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. വംശീയതയെ ഉപകരണമാക്കുന്ന, അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അതിന്റെ മറ്റൊരു വശം കേരളത്തിലെ CPM നേതാക്കൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയാണ്. 38 തവണയായി SNC ലാവലിൻ മാറ്റിവെക്കുന്നു. കേസ് കോടതിയിൽ വിളിക്കും. കേസ് നമ്പർ എത്ര? ഫയൽ SNC ലാവലിൻ, പ്രതികൾ 1, 2, 3, 4. CBI മറുകക്ഷി CBIയുടെ കോൺസുലേറ്റിനോട് ചോദിക്കും, അഡ്വക്കേറ്റ് വന്നോ? ഇല്ല. എന്തേ? മൂപ്പിലാൻ എഴുന്നേറ്റപ്പോ കോടതിയുടെ സമയം കഴിഞ്ഞു പോയി. അപ്പോ ഒരു 6 മാസത്തെ അവധി. 2017 സുപ്രീം കോടതിയിൽ എത്തിയതാണ് SNC ലാവലിൻ അപ്പീൽ. ഇതിനിടയിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി പ്രധാനമായി എത്ര ഭരണഘടനാ വിധികൾ പുറപ്പെടുവിച്ചു. പക്ഷെ ഈ അപ്പീൽ മാത്രം പരിഗണിക്കുന്നില്ല. ഈ പരിഗണന എന്തേ പിണറായി വിജയന് കിട്ടുന്നത്? നാളെ CPM-കാര് പൊതുയോഗം നടത്തുമ്പോൾ പറയണ്ട, വെൽഫെയർ പാർട്ടിക്കാർ പറഞ്ഞത് കേട്ടോ, പിണറായി വിജയനെ BJP-യുടെ പോലീസ് പിടിച്ച് ജയിലിലിടണമെന്ന് പറയുന്ന ദുഷ്ടന്മാരാണ് ഇവരെന്ന് പറയും എന്ന് പ്രസംഗിക്കണ്ട. ഞങ്ങൾ അദ്ദേഹത്തെ പിടിക്കണ്ട എന്ന അഭിപ്രായക്കാരനാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഒരു പോലീസും പിടിക്കണ്ട. പക്ഷേ ഈ കിട്ടുന്ന ആനുകൂല്യത്തിന്റെ കാരണം എന്താന്ന് കൂടി പറയണം. നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഈ ആനുകൂല്യം അതെങ്ങനെ കിട്ടുന്നു എന്ന കാര്യം നിങ്ങൾ വെളിപ്പെടുത്തണം. ഒരുപാട് കേസുകളുണ്ട്. അത് നിങ്ങൾക്ക് രക്ഷപ്പെടണം, നേതാക്കൾക്ക് രക്ഷപ്പെടണം, മുന്നണിക്ക് അധികാരത്തിൽ വരണം. കേരളം എന്ന് പറയുന്ന ഈ തുരുത്തിൽ മാത്രം അവശേഷിച്ച ഈ പാർട്ടി രാജ്യമാകെ നശിച്ചാലും, ഇന്ത്യ സംഘപരിവാറിന്റെ കീഴിലായാലും, അനാദികാലം സംഘപരിവാർ ഇന്ത്യ ഭരിച്ചാലും കേരളത്തിലെ CPM-ന് ഭരിക്കണം എന്ന് പറയുന്ന ഈ ഭരണപ്രാന്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ പാർട്ടി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അടിസ്ഥാന മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തുന്നു എന്നത് കരട് രാഷ്ട്രീയ പ്രമേയത്തിലുള്ളതാ. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളുടെ പാർട്ടി അധികാരത്തിന് വേണ്ടി അടിസ്ഥാന മൂല്യങ്ങൾ കളഞ്ഞെന്നല്ല നിങ്ങൾ പറയേണ്ടത്. സംഘപരിവാറിന്റെ വംശീയ രാഷ്ട്രീയത്തിലേക്ക് വിലയം പ്രാപിച്ചിരിക്കുന്നു കേരളത്തിലെ CPM എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന് ഇടമുണ്ട്. ഇല്ലെങ്കിൽ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം നിങ്ങളെ കൂടാതെയും മുന്നോട്ട് പോകും എന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.